എല്ലാവർക്കും സ്പീഡ്സ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ സ്പീഡ്സ് ന്യൂസിൻ്റെ പ്രധാന വാർത്തകളിലേക്ക് കടക്കാം. ലോഡ്ജിൽ തൂങ്ങി മരണം. മരിച്ചത് ഷിബു. എന്തിനാണെന്നാണ് മരിച്ചത് ഇതുവരെ പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ഷിബുവിൻ്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സംശയിക്കുന്നു. ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രക്കാരന് ദാരുണാന്ത്യം. 1 മണിക്കൂർ ബൈക്ക് ഓട്ടിച്ച് ഗിന്നസ് റെക്കോർഡ് കയറിയ ജിജിത്തിന് നാട്ടുകാർ അഭിമാനം കൊള്ളുന്നു. യുവാക്കൾ തമ്മിൽ അടിപിടി. ഫോണിൽ വൈഫൈ കണക്ട് ചെയ്യാത്തതിനാണ് അടിപിടി കൂടിയത്. ജിജിത്തും സുബിനുമാണ് അടി കൂടിയത്. ജിജിത്തിൻ്റെ നില ഗുരുതരമാണ്. പോലീസിൻ്റെ തോന്നിവാസ ഡ്രൈവിംഗ്. ബൈക്ക് സഞ്ചരിച്ച യുവാവാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. പോക്ക് കണ്ടാൽ നമ്മൾ തന്നെ ഭയപ്പെടുന്നതാണ്. എന്ത് പറ്റി കേരള പോലീസിന്? അതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. യുവാവിന് ബോംബേർ. കിച്ചുവിനാണ് ബോംബേർ ഉള്ളത്. ബോംബെറിഞ്ഞയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ബൈക്കിൽ സഞ്ചരിക്കുന്ന 2 പേർ ഹെൽമറ്റില്ലാതെ വേഗതയിൽ പോകുന്ന ദൃശ്യം CCTV ദൃശ്യങ്ങൾ. പുറത്തെ ഒരു ആളാണ് ആ CCTV ദൃശ്യം CCTV അല്ല, ഫോണിൽ പകർത്തിയിരിക്കുന്നത്. നമുക്ക് തന്നെ കാണാം. തോന്നിവാസം തന്നെയാണ് ഇതിനൊക്കെ പറയേണ്ടത്. ചോദിക്കാൻ ചെന്ന ആളിനെ കണക്കാക്കാതെ അവർ വണ്ടിയെടുത്ത് തിരിച്ചു പോകുന്ന ദൃശ്യവും കാണാം. പിന്നെ പോലീസും ഓടി വരുന്നതും കാണാം. ലോഡ്ജിൽ തൂങ്ങി മരണം. വിശദാംശമായി നിമ്മി. എന്താണ്, ഗുരുതരമാണോ അതോ എന്തവസ്ഥയാണോ അവിടെ ഉള്ളത്? പറയൂ നിമ്മി. ഫ്ലൈറ്റിന് ഷിബുവിന്റെ മരണം ദുരൂഹതയാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തിനാണ് ആത്മഹത്യ ചെയ്തതെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. മാക്സിന്റെ മുറിയിലാണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. ലെറ്ററും അങ്ങനെയൊന്നുമില്ല. ക്യാമറമാൻ കണ്ണനോടൊപ്പം നിമ്മി. ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് മരണം. സഞ്ജിത്താണ് മരിച്ചത്. വിശദാംശമായി അർജുൻ. എന്താണ് അവിടുത്തെ സംഭവങ്ങൾ? പറയാ അർജുൻ. മണിക്കൂർ ബൈക്ക് ഫ്രണ്ട് ഓട്ടിച്ച യുവാവിന് അഭിമോദനം. ഗിന്നസ് റെക്കോർഡ് നേടിയ ജിജിത്തിനാണ് അഭിമോദനം. വിശദാംശവുമായി അമ്പു ചെയ്യുന്നത്. അമ്പു, എന്താണ് പറയാനുള്ളത്? നമുക്കെല്ലാവർക്കും തന്നെ ആ ദൃശ്യങ്ങൾ തന്നെ അറിയാം. വലിയ പാടുപെട്ട പണി. അത് തിരക്കേറിയ റോഡിലൂടെ പോകാൻ വലിയ പാടുപെട്ട പണിയാണ്. ജിജിത്തിന് 20 വയസ്സാണ്. ഗിന്നസ് റെക്കോർഡിൽ നേടിയത്. നാട്ടുകാർക്ക് അഭിമാനമായ ജിജിത്തിനെ അവർ അനുമോദിക്കുകയൊക്കെ ചെയ്തു. ക്യാമറമാൻ വിഷ്ണുവിനോടൊപ്പം അമ്പു. യുവാവുകൾ തമ്മിൽ അടിപിടി. ഫോണിൽ വൈഫൈ കണക്ട് ചെയ്യാത്തതിനാണ് അടിപിടി കൂടിയതെന്നാണ് നിഗമനം. നമുക്ക് വിശദാംശങ്ങളിലേക്ക് പോകാം. മനു, എന്താണ് പറയാനുള്ളത്? ഇങ്ങനത്തെ കോമഡി ആയിട്ടുള്ള വിഷ്വൽസ് എന്താണ് മനു പറയാനുള്ളത്? ഒതുത്തിന് കോമഡി ആയിട്ടുള്ള വിഷ്വൽസ് ആണ്. കാരണം ഒരു വൈഫൈക്ക് വേണ്ടി ഇത്രയും പടി കൂടിയവർ ഒരു മണ്ടത്തരം തന്നെയാണ്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. വാളും ഒക്കെ വെച്ചാണ് അവർ ആക്രമിക്കുന്നത്. ഒരാൾക്ക് നല്ല ഗുരുതരമായ പരിക്കുണ്ടെന്നാണ് പറഞ്ഞത്. കാരണം നമുക്കത് കാണാൻ സാധിക്കും. കാരണം നല്ല രീതിക്കുള്ള വെട്ടും കുത്തൊക്കെയാണ് അവിടെ നടക്കുന്നത്. അപ്പം ക്യാമറമാൻ സിമീഷിനോ മഞ്ഞു. അടുത്ത വാർത്തയിലേക്ക് പോകാം. പോലീസ് റോഡിൽ തോന്നിവാസം കാണിച്ച് ഡ്രൈവ് ചെയ്ത സുനിൽ എന്ന് പറയുന്ന പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. വിശദാംശങ്ങളുമായി അനഘ എന്താണ് പറയാനുള്ളത്? പോലീസിന്റെ പോക്ക് കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും. സാധാരണക്കാർക്കൊക്കെ പേടിയാവും. കാരണം പോകുന്ന പോക്ക് നിങ്ങൾ കാണണം. അത് റോഡിൽ കൂടെ ഒന്നും മഞ്ഞ പോകുന്നത്. വേറെ പോലീസുകാർ കണ്ടിട്ടും ഒന്നും പറയുന്നതുമില്ല. പോലീസുകാർക്ക് എന്ത് തോന്നിവാസം കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അനഘയോടൊപ്പം ക്യാമറമാൻ സുധി. യുവാവിന് നേരെ ബോംബേർ. വിശദാംശങ്ങളുമായി ശബരിയിലേക്ക് ചേരാം. ശബരി, എന്താണ് അവിടുത്തെ വിഷയം? ശബരി. ആദിത്യൻ, ആ യുവാവ് മരണപ്പെട്ടു. കാരണം അയാൾക്ക് നേരെയാണ് ബോംബ് എറിഞ്ഞത്. യുവാവിൻ്റെ പേര് ഷിബു എന്നാണ്. ക്യാമറമാൻ അനന്തകൃഷ്ണനോടൊപ്പം ശബരി. അനാവശ്യം കാണിച്ചുകൊണ്ട് യുവാക്കളെ പിടിക്കാൻ പോലീസ്. വിശദാംശവുമായി അനന്തു. ആയി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. അവർ പോകുന്ന
ആ പോക്ക് കാരണം ഒരാൾ വീഡിയോ എടുക്കുന്നതാണ്. അവരെ പോക്ക് കണ്ടാൽ നമുക്ക് തന്നെ പേടിയാവും. ഹെൽമറ്റ് പോലും ഇട്ടിട്ടില്ല. ഇവരുടെ പോക്ക് കണ്ടിട്ട് പോലും എനിക്കൊരു ഭയം തോന്നുന്നു. പോലീസ് വരെ വന്നിട്ടുണ്ട്. ഇവരുടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അമലും നിഖിലും എന്നീ 2 പേരുകളാണ്. അമലാണ് ഓട്ടിച്ചത്. പോലീസ് വന്നിട്ടും ഇവർ ഓടുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് എതിരെ പല കേസുകളും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നമുക്ക് ആ ദൃശ്യം തന്നെ കാണാം. അവിടെ പോക്ക് ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ ആയിരിക്കാം കൊണ്ടെന്നാണ്. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അതാണ് മെയിൻ ഒരു സംഭവം എന്ന് പറയുന്നത്. വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഇല്ല. അപ്പം പല കേസുകളും കാണും. ക്യാമറമാൻ ജിത്തുനോടൊപ്പം ആനന്ദു. അപ്പോൾ സ്പീഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.